അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. JFK എയർപോർട്ടിൽ ഒരു പാസ്പോർട്ടുമായി അവർ എത്തിയത് നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും നിലവിലില്ലാത്ത ഒരു രാജ്യത്തിൽ നിന്നുള്ളതായിരുന്നു. സ്ക്രീനിൽ കാണുന്ന ഈ പ്രായമായ സ്ത്രീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വൈറലാണ്. വൈറലാകാൻ കാരണം അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ നടന്ന വിചിത്രമായ ഒരു സംഭവമാണത്. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ത്രീയുടെ ഞെട്ടിക്കുന്ന കഥയെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഏകദേശം 70 വർഷം പിന്നോട്ട് കൊണ്ടുപോകാം. അത് 1954 കാലഘട്ടമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ അമേരിക്കയുടെ സ്വാധീനത്തിൽ വന്നതേയുള്ളൂ. അമേരിക്കയുടെ തണലിൽ ജപ്പാൻ അതിവേഗം പുരോഗമിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ നഗരമായ ടോക്കിയോ എയർപോർട്ടിൽ ഒരാളെത്തി. കാഴ്ചയിൽ അയാൾക്ക് ഏകദേശം 40 മുതൽ 45 വരെ വയസ്സ് പ്രായം തോന്നും. വസ്ത്രധാരണം കണ്ടാൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് ഒരു ബിസിനസ് ട്രിപ്പിന് വന്നതാണെന്നേ തോന്നും. അയാൾ മുന്നോട്ട് നീങ്ങി കൗണ്ടറിലെത്തി അവിടുത്തെ സ്റ്റാഫിന്റെ ആവശ്യപ്രകാരം തന്റെ പാസ്പോർട്ട് അവർക്ക് നേരെ നീട്ടി. പാസ്പോർട്ട് കണ്ടതും ആദ്യം അവർക്കെന്തോ തെറ്റുപറ്റിയതാണെന്ന് തോന്നി. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ തള്ളിപ്പോയി. കാരണം പാസ്പോർട്ടിൽ രാജ്യം എന്ന ഭാഗത്ത് ടോററ്റ് എന്ന് എഴുതിയിരുന്നു. ടോററ്റ് എന്നൊരു രാജ്യത്തെക്കുറിച്ച് അവരാരും അതുവരെ കേട്ടിട്ട് പോലുമില്ലായിരുന്നു. എങ്ങനെ കേൾക്കാനാണ്? കാരണം ലോകചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു രാജ്യം നിലനിന്നിരുന്നില്ല. അതുകൊണ്ട് അവർ പാസ്പോർട്ട് വ്യാജമാണോ എന്ന് ശരിയായി പരിശോധിച്ചു. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. കാരണം പാസ്പോർട്ടിനുള്ളിൽ സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ പല രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകൾ പതിച്ചിരുന്നു. ഇതോടെ ആ മനുഷ്യനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റിയിരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. താങ്കൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? സ്റ്റാഫ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും താൻ ടോററ്റ് എന്ന രാജ്യത്ത് നിന്നാണ് വന്നതെന്നും അങ്ങനെയൊരു രാജ്യം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്നും അയാൾ തറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഇയാൾ ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു കുറ്റവാളിയായിരിക്കുമെന്നും വ്യാജരേഖ ചമച്ച് ജപ്പാനിൽ അഭയം തേടാൻ ശ്രമിക്കുകയാണെന്നും സ്റ്റാഫ് കരുതി. ചിലർക്ക് ഇയാൾ അമേരിക്കയുടെ അന്നത്തെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന USSRന്റെ ചാരനായിരിക്കുമോ എന്നും സംശയം തോന്നി. ചുരുക്കത്തിൽ ആ മനുഷ്യന്റെ എല്ലാ രേഖകളും സാധനങ്ങളും പിടിച്ചെടുക്കുകയും അയാളെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താൽക്കാലികമായി തടവിലാക്കുകയും ചെയ്തു. അല്ലെങ്കിൽ വീട്ടുതടങ്കലിലാക്കി എന്ന് പറയാം. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അടുത്ത ദിവസമാണ് സംഭവിച്ചത്. ഹോട്ടലിലെ ഒരു വെയിറ്റർ ഭക്ഷണവുമായി അയാളുടെ മുറിയിലെത്തി. വാതിൽക്കൽ കാവൽ നിന്നിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റി അയാൾ വാതിലിൽ മുട്ടി. എന്നാൽ തുടർച്ചയായി മുട്ടിയിട്ടും അകത്തുനിന്ന് ആരും വാതിൽ തുറന്നില്ല. ഒടുവിൽ തിടുക്കത്തിൽ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. മുറി എല്ലാ വശത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. എന്നിട്ടും ആ മനുഷ്യൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അതിലും ഞെട്ടിക്കുന്ന കാര്യം, പിടിച്ചെടുത്ത അയാളുടെ രേഖകളും സാധനങ്ങളും അവിടെ നിന്നും കാണാതായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. ആ മുറി എല്ലാ വശത്തുനിന്നും അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ആ മനുഷ്യൻ എങ്ങനെ അപ്രത്യക്ഷനായി? അയാളുടെ രേഖകളും സാധനങ്ങളും എവിടെ പോയി? അയാൾ ആരായിരുന്നു? എവിടെ നിന്ന് വന്നു? എവിടേക്ക് പോയി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇന്നും ഈ ലോകം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ അയാൾ ടൈം ട്രാവൽ ചെയ്തതാണെന്ന് പറഞ്ഞു. ചിലർ അയാൾ മറ്റൊരു ലോകത്തു നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 70 വർഷമായി ഈ കഥ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാൽ ഈ വിഷയത്തിൽ നിരവധി ലേഖനങ്ങൾ കാണാൻ സാധിക്കും. യൂട്യൂബിൽ തിരഞ്ഞാൽ എണ്ണമറ്റ വീഡിയോകൾ. എന്തിനധികം ഈ ദുരൂഹ സംഭവത്തെക്കുറിച്ച് ഡോക്യുമെന്ററികൾ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, 70 വർഷം പഴക്കമുള്ള ജപ്പാനിലെ ഈ കഥ നമ്മൾ എന്തിനാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്? അതിൻ്റെ ഉത്തരം തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച ആ പ്രായമായ സ്ത്രീയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കഥ പ്രകാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ പ്രശസ്തമായ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ ഈ പ്രായമായ സ്ത്രീയെ കണ്ടു. എയർപോർട്ട് സ്റ്റാഫ് അവരുടെ പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ആ പാസ്പോർട്ടിലെ രാജ്യത്തിന്റെ പേർ ടൊറൻസ എന്നായിരുന്നു. തീർച്ചയായും ടൊറൻസ എന്നൊരു രാജ്യം ഈ ലോക ഭൂപടത്തിൽ എവിടെയും നിലവിലില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഉടൻ തന്നെ പാസ്പോർട്ട് വ്യാജമാണോ എന്ന് പരിശോധിച്ചു. എന്നാൽ അവർ കണ്ടത് പാസ്പോർട്ട് ഒറിജിനലാണെന്നും അത്യാധുനികവുമാണെന്നുമാണ്.
അതിൽ ബയോമെട്രിക് ചിപ്പ് പോലും ഉണ്ടായിരുന്നു, കൂടാതെ മറ്റ് ചില സ്റ്റാമ്പുകളും. ഇങ്ങനെയൊരു രാജ്യം ഈ ലോകത്തിലില്ലെന്ന് സ്റ്റാഫ് പറഞ്ഞപ്പോഴാ സ്ത്രീ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഈ പ്രായമായ സ്ത്രീയുടെ വീഡിയോയും ഈ കഥയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആളുകൾ ഇതിനെ പല സിദ്ധാന്തങ്ങളുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങി. ചിലർ ഇവർ മറ്റൊരു ലോകത്തു നിന്ന് വന്നതാണെന്ന് പറഞ്ഞു, ചിലർ ടൈം ട്രാവൽ, ചിലർ പാരലൽ യൂണിവേഴ്സ്. ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇത് ജപ്പാനിലെ ആ പഴയ കഥയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. അതേ, ഈ രണ്ട് കഥകളും കേൾക്കുമ്പോൾ ഒരുപോലെയാണ്. എന്നാൽ ഇവർ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്. ഒരു വശം ജപ്പാനിലെ ആ പഴയ കഥ ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു. അതായത് ആ കഥ പൂർണ്ണമായും സത്യമാണെന്ന് പറയുന്നവരുണ്ട്, പൂർണ്ണമായും നുണയാണെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ രണ്ടു കൂട്ടരുടെയും കൈവശം അത് പൂർണ്ണമായും സത്യമെന്നോ പൂർണ്ണമായും നുണയെന്നോ തെളിയിക്കാൻ തക്കവണ്ണമുള്ള തെളിവുകളില്ല. എന്നാൽ മറുവശത്തി അടുത്ത് വൈറലായ അമേരിക്കയിലെ ഈ പ്രായമായ സ്ത്രീയുടെ കഥയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് എത്ര വേഗത്തിൽ വൈറലായോ അത്രയും വേഗത്തിൽ അതിൻ്റെ സത്യാവസ്ഥയും പുറത്തുവന്നു. ഇത് ഫാക്ട് ചെക്ക് ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ വിഡ്ഢികളാക്കുകയാണെന്ന് തെളിഞ്ഞു. ഈ സ്ത്രീ ശരിക്കും മറ്റൊരു ലോകത്തു നിന്ന് വന്നതാണോ അല്ലയോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ കണ്ട ഈ വീഡിയോ പോലും AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതാണ്. കൂടുതൽ അന്വേഷണത്തിൽ അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല എന്ന് വ്യക്തമായി. ഈ കഥയും വീഡിയോയും ഉണ്ടാക്കിയ ആൾക്ക് ജപ്പാനിലെ ആ പഴയ കഥ നന്നായി അറിയാമായിരുന്നിരിക്കണം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇയാൾ ഈ വ്യാജ സംഭവം സൃഷ്ടിച്ചത്. ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. AI നമ്മുടെ ലോകത്തിന് എത്രത്തോളം വലിയ ഗുണങ്ങൾ നൽകുന്നുവോ അത്രത്തോളം തന്നെ വലിയ അപകടങ്ങളും അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ. AI-യുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും ഈ പ്രായമായ സ്ത്രീയുടെ കഥയോ വീഡിയോയോ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യാവസ്ഥ അവരുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. ഈ വീഡിയോ പ്രയോജനകരമെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാം. അല്ലാഹു അസത്യങ്ങളെ തൊട്ട് നമ്മെ കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.